യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇപ്പൊ തന്നെ ആ സ്വർണ്ണക്കടത്തിലെ അപ്പച്ചിക്കെതിരെ തിരിയാൻ വരെ പവ്യങ്ങൾ ശ്രമിച്ചില്ലേ? എല്ലാത്തിനും കാരണം അപ്പച്ചിയുടെ ഈ ഒഴിഞ്ഞു മാറില്ല. നീ കൂടുതൽ ഉപദേശവും കൊണ്ടേ എന്റെ അടുത്തേക്ക് വരണ്ട. നീ ഇപ്പൊ വന്നത് എന്തിനാ? അത് പറഞ്ഞിട്ട് പോ. ഇപ്പൊ എന്താ എന്നെ കൊണ്ട് നിനക്ക് സാധിക്കാനുള്ളത്? ഓ, ഞാനൊരു നല്ല കാര്യം പറയാൻ വന്നതാ. അപ്പച്ചിക്ക് അത് മനസ്സിലാവുന്നില്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ അപ്പച്ചി ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും അപ്പച്ചി അറിയുന്നില്ല. എന്റെ അമ്മയാണെങ്കിൽ പോലും സ്വന്തം ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കിയേ എന്തും പറയൂ. നീ നിന്റെ അമ്മയെ എന്റെ മുന്നിൽ കൊച്ചാക്കാൻ വന്നതാ? അവളെക്കുറിച്ചേ നീ എന്നോടധികം പറഞ്ഞ് പഠിപ്പിക്കൊന്നും വേണ്ട. വീണമോള് ചെല്ല്. ഓ, അതല്ല അപ്പച്ചി. പവ്യങ്ങള് ജയിലിലായി. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലുമായി. ആ കുര്യനങ്ങളെ ഇവിടെ വന്ന് ഗിരിജാന്റിയെ കണ്ടു. അപ്പച്ചി ഇതറിഞ്ഞോ? ആ, ഏതിയെങ്കിലും കുര്യനങ്ങളുമായി ചേർന്ന് പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഇപ്പോഴേ VGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാ. എപ്പോഴും ചിട്ടി കമ്പനിയില് ആ തരുണിനെയും പിടിച്ച് ഇരുത്തിയിരിക്കുവാ. അതപ്പച്ചി അറിഞ്ഞോ? പവ്യങ്ങൾ അത്ര നല്ല പുള്ളിയൊന്നും അല്ല, അതെനിക്കും അറിയാം. എന്ന് കരുതി അങ്കിൾ അങ്ങോട്ട് മാറിയ ഉടനെ കമ്പനിയില്, അതും പവ്യങ്ങളുടെ ചെയറില് ഏതിയങ്കിള് കേറിയിരുന്നു. കമ്പനി ഭരിക്കാനും തുടങ്ങിയിരിക്കുന്നു. മണ്ണും ചുണ്ണാമ്പും കണ്ടാ തിരിച്ചറിയാത്ത ഏതിയങ്കിള് കമ്പനി നടത്തിയ എങ്ങനെ ഇരിക്കും? അപ്പച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. മണ്ണും ചുണ്ണാമ്പും കണ്ടാ തിരിച്ചറിയാത്ത ഏതിയങ്കിള് കമ്പനി നടത്താൻ തുടങ്ങിയ എങ്ങനെ ഇരിക്കും? അപ്പച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കളിച്ചു കളിച്ച് നീ ഏടത്തിന്റെ അടുത്തും തുടങ്ങിയോ? എന്താ നിന്റെ പുതിയ കുത്തിത്തിരിപ്പ്? പവിത്രൻ ഇവിടെ ഇല്ലാത്തപ്പോ യതി ആ കമ്പനിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയെങ്കിൽ അതിലൊരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇതാ അപ്പച്ചി ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അമ്മയ്ക്ക് അപ്പച്ചിയോടല്ല, സ്വന്തം ആങ്ങളയുടെ നേട്ടത്തിലാ കണ്ണ്. ദേ, വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ. എന്നാടി ഞാൻ എതിയെ ന്യായീകരിച്ചിട്ടുള്ളത്? ഏട്ടത്തിക്കാൾ അവനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് ഞാനാ. ഏട്ടത്തി, ഇതെടുത്ത് കുടിക്കേ. യതി കമ്പനിയിൽ ചെന്നത് ഗീതമ്മ അറിഞ്ഞിരുന്നോ? അമ്മ മാത്രമല്ല, സകലരും അറിഞ്ഞു. ഏതിയെങ്കിൽ അവിടെ ക്യാബിനിൽ കയറിയിരുന്നപ്പോ ഗിരിജാന്റെ ശ്രേയം കൂടി അവിടെ ചെന്നെന്നോ വഴക്കും തെറിവിളിയും പിടിച്ചു തള്ളല് വരെ ഉണ്ടായിന്നൊക്കെ കേട്ടു. അമ്മയും ഏതിയെങ്കിലും ഒക്കെ ഇവിടെ വെച്ച് അതിനെ കുറിച്ച് സംസാരം ഉണ്ടായി. ഇവളീ പറയുന്നതൊക്കെ നേരാണോ ഗീതമ്മേ? അത് എന്തുകൊണ്ട് ഇത് നീ എന്നെ അറിയിച്ചില്ല? പവിത്രനില്ലാത്തപ്പോ പവിത്രനെ സഹായിക്കാനോ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനോ എതി പോയെങ്കിൽ അതിലെന്താ കുഴപ്പമുള്ളത്? കുഴപ്പമുണ്ട് ഗീതമ്മേ. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ തന്നെ ഇരിക്കണം. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നേരെ ചൊവ്വെ പഠിക്കാത്തതും കാര്യങ്ങൾ മനസ്സിലാക്കാത്തതും എന്റെ തെറ്റാണോ? ഓരോരുത്തരും അവരുടെ നില മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അവന് കാശുണ്ടാക്കാനും കറങ്ങാനും ഉള്ളതും ഒക്കെ വേറെ കൊടുത്തിട്ടുണ്ടല്ലോ. പോരെങ്കിൽ സ്വന്തമായി അവനൊരു ചിട്ടി കമ്പനി നടത്തുന്നുണ്ട്. വിശ്വം ഫിനാൻസിയേഴ്സിനെ പൂട്ടിക്കാന് അവൻ എന്റെ പേരും പറഞ്ഞ് സുമംഗല ചിട്ടി ഫണ്ട് തുടങ്ങിയത്. അതൊക്കെ എനിക്കറിയാം.
നിലം മറന്ന് എണ്ണ തേക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. അതിനി ഗീതമ്മയായാലും വീണയായാലും. എടുത്തി ഇതെടുത്ത് കുടിക്കേ. എനിക്ക് വേണ്ട, കൊണ്ടുവയ്ക്കോ. യതിയോട് പറഞ്ഞേക്ക് മേലാൽ കമ്പനി പരിസരത്ത് കേറി പോകരുതെന്ന്. വേണ്ടി വന്നാൽ ഞാൻ ഇറങ്ങും. കമ്പനിയിലും ടിൻ ഫാക്ടറിയിലും ഫിനാൻസിയേഴ്സിലും ഒക്കെ എനിക്കതൊക്കെ അറിയാം. എല്ലാവർക്കും ഓരോ സ്ഥാനവും അതിന്റെ നിലയും വിലയും ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. എല്ലാരും കൂടി ഇങ്ങനെ തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയാൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഗീതമ്മ, യതിയോട് ഈ കാര്യം പറയാൻ മറക്കണ്ട. അമ്മയൊന്ന് നിന്നേ. ഇവൾക്കിതെന്തിന്റെ കേടാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയെ പോലെ ആളും തരവൊന്ന് നോക്കിയല്ല ഞാൻ ഇതൊന്നും ചെയ്യുന്നത്. അതെനിക്ക് അറിയാടി. എടുത്തേക്ക് മനസ്സിലായിട്ടില്ല. കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന പരിപാടി. ഓസത്തെ എതിയെങ്കിലെന്ന് വിളിച്ച് ഇനി നീ അവന്റെ അടുത്തേക്ക് ചെല്ല്. ഞാൻ പറഞ്ഞേക്കാം നിന്റെ കുത്തിത്തിരിപ്പിന്റെ കാര്യമൊക്കെ. എടുത്തെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിച്ചപ്പോ നിനക്ക് സമാധാനായോടി? സമാധാനം മാത്രമല്ല, ഇനി തന്നെ സന്തോഷായി. സന്തോഷാവണ്ട, ഇത് മൊത്തം കുടിച്ചിട്ട് പോയാ മതി. കുടിക്കാൻ അമ്മ ഇനി ഏതെങ്കിലിനോട് പോയി പറഞ്ഞ് പണി വാങ്ങി തരുമോ? ഏയ്, ദർശന ഇറങ്ങ. ചോട്ടു കണ്ടാ? ഇത് കണ്ട? ചോട്ടു അതേതോ ഭ്രാന്തന്മാരാ, നമുക്ക് പോവാം. അഞ്ജു